ലോകത്തെ എല്ലായിടത്തും മെഡിക്കൽ രംഗത്ത് വലിയ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം സർജറികളായാലും പുതിയ കാര്യങ്ങളായാലും എത്രത്തോളം ആവശ്യമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനെക്കുറിച്ചൊരു പ്രശസ്തമായ ഒരു താരതമ്യമുള്ളത് ഇപ്പോൾ അഡ്വാൻസ് കൺട്രീസ് എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഇതുപോലെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, കാർഡിയക് സർജറി മുതലായ അഡ്വാൻസ് ടെക്നിക്സ് ഒക്കെ നോക്കിയാൽ ഏജ് സ്റ്റാൻഡർഡൈസ്ഡ്, അതായത് ഏജ് താരതമ്യം ചെയ്യാവുന്ന ഒരു ഏജ് ഗ്രൂപ്പ് നോക്കിയാൽ വെസ്റ്റേൺ യൂറോപ്പിൽ നടക്കുന്നതിൻ്റെ 6 ഇരട്ടിയോളം USA നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വെസ്റ്റേൺ യൂറോപ്പിൽ ബൈ ആൻഡ് ലാർജ് പബ്ലിക് സിസ്റ്റംസ് ആണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും ഫ്രാൻസിലായാലും അതിന് ഫിനാൻസ് ചെയ്യുന്നത് പബ്ലിക് മണിയാണ്. അതേസമയത്ത് അമേരിക്കയിൽ ഫിനാൻസ് ചെയ്യുന്നത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ആ പ്രൈവറ്റൈസേഷൻ തന്നെ ഈ ചിലവ് കൂടാനുള്ള വലിയ ആവശ്യമില്ലാത്തതെന്ന് പറയാവുന്ന രീതിയിലേക്ക് ഒരു ഓവർ കൺസംഷൻ. അത് പക്ഷേ പലതരത്തിലുണ്ട്. ഇപ്പോൾ അമേരിക്കക്കാർ അതിനെ നേരെ തിരിച്ചു വെച്ചിട്ട് നിങ്ങളുടെയൊക്കെ സോഷ്യലിസ്റ്റ് മെഡിസിനാണ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ രീതിയിൽ കാണുന്നതുണ്ട്. പക്ഷെ എന്തായാലും ചിലവ് കൂടുതൽ പ്രൈവറ്റ് മെഡിസിനാണ് എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റൈസേഷൻ കുറേ കാലമായിട്ട് നടക്കുന്ന ഒരു ട്രെൻഡാണ്. അത് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കാമെന്ന് തന്നെയാണ്. ഇപ്പോൾ പബ്ലിക് സെക്ടറിലുള്ളതിനേക്കാളും കൂടുതലായിരിക്കും എന്തായാലും പ്രൈവറ്റ് സെക്ടറിലുള്ള കോസ്റ്റ്. ഇപ്പോൾ അവരുടെ ലാഭം, അങ്ങനെ പല കൺസിഡറേഷൻസും ഉണ്ടല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഏജിങ് റിലേറ്റഡ് ആയിട്ട് ആളുകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ട്. പിന്നെ കേരളത്തിൽ പൊതുവേ എല്ലാം നമ്മളൊരു ചികിത്സിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹമാണ്. ഇപ്പോൾ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിറ്റക്ഷൻ റേറ്റൊക്കെ തന്നെ ഇവിടെ വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുന്നു, അതിനുള്ള ചികിത്സകളിലോട്ട് പോകുന്നു. അവർ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കില്ല, അത് അവസാനം കോംപ്ലിക്കേഷനിലെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും ചികിത്സാ ചിലവ് കൂടും. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടാണ് ഇത് കൂടുന്നത്. യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും നമുക്ക് സാധിക്കുന്ന രീതിയിലല്ല ഇത് പോകുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക്. പല രാജ്യങ്ങളിലും ഇത് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ UK പോലെയുള്ള ഒരു രാജ്യത്ത് NHS എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്ലി ഫണ്ടഡ് ആണ്, ഗവൺമെൻറ്റിൻ്റെ പൈസയാണ്, എല്ലാവർക്കും എല്ലാം സൗജന്യമാണ് പ്രാക്ടിക്കലി. വെയിറ്റിംഗ് ടൈം ചിലപ്പോൾ കൂടുതൽ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് നിയന്ത്രണം ഏർപ്പെടുത്താം. അപ്പോൾ അവർക്ക് അവിടെ NHS സംവിധാനത്തിൽ NICE എന്ന് പറയുന്നൊരു ഇതുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലിനിക്കൽ എക്സലൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷേ ഇപ്പോൾ അത് ക്ലിനിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ എക്സലൻസ് എന്നാണ്. അപ്പോൾ NICE റെക്കമെൻഡ് ചെയ്ത ചികിത്സകൾ മാത്രമേ NHS ഉണ്ടാവുള്ളൂ. അപ്പോൾ അനാവശ്യമായി ഇപ്പോൾ ഒരു സർജറിയോ ഒന്നും, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ സാങ്കേതികവിദ്യ വന്നു കഴിഞ്ഞാൽ അതവർ പരിശോധിച്ചിട്ട് വേണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മരുന്ന് പോലും NICE റെക്കമെൻഡഡ് ആണെങ്കിലേ NHSൻ്റെ ലിസ്റ്റിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ കോസ്റ്റ് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ അവിടെ അങ്ങനെ ഇല്ല, ആർക്കും എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ളൊരു സ്ഥിതിയാണ്. കൺട്രോൾ നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. അത് പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ എന്താ പറയുക, ജനപ്രതിനിധികളൊന്നും അതിനെക്കുറിച്ച് ബോധവടല്ല, അതിന് നിയമനിർമ്മാണം നടത്താനും. അതുമാത്രമല്ല, അത് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാലത്ത്. ഇപ്പോൾ നമുക്കറിയാം, അടുത്ത കാലത്ത് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഈ ഹെൽത്ത് കെയർ ആക്ട് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പ്രയാസം. എത്രയോ വർഷം കഴിഞ്ഞിട്ടാണത് പുറത്തു വന്നപ്പോൾ തന്നെ അതിന് പിന്നെ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സി കെട്ടടങ്ങിയിട്ടില്ല. കാരണം പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. IMA ഒരു വശത്ത്, പ്രൈവറ്റ് ആശുപത്രികളുടെ നെറ്റ്വർക്ക് വേറൊരു വശത്ത്. അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് എത്താൻ നമുക്ക് വലിയ പ്രയാസമാണ്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന വേറൊരു കാര്യം ചിലപ്പോൾ ഇവിടെ സംഭവിച്ചെന്നിരിക്കും. അതായത് ഇൻഷുറൻസ് ഇത് ഏറ്റെടുക്കുന്നതോടുകൂടി ഇൻഷുറൻസ് കമ്പനികൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ പറയും, നിങ്ങൾ ചെയ്താലേ ഞങ്ങൾ പൈസ തരുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലെയിം നിഷേധിക്കും എന്നൊരു സ്റ്റാൻഡ് വരുമ്പോൾ ഡോക്ടർമാർ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാകും. അങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെ ഒരു നിയന്ത്രണം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവിടെ ഒരു സിസേറിയൻ ചെയ്യണമെങ്കിൽ 2 കൺസൾട്ടൻറ്റ് ഇൻഡിപെൻഡൻ്റായിട്ട് ആവശ്യമുണ്ടെന്ന് സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ അതുപോലെയുള്ള നിയമങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ കൊണ്ടുവന്നതാണ്, ഡോക്ടർമാർ കൊണ്ടുവന്നതല്ല. അതിന് പക്ഷേ ഡോക്ടർമാർക്ക് വലിയ എതിർപ്പാണ്. അതിനൊരു മാനേജ് കെയർ എന്നുള്ള ഒരു പേരുണ്ട്. അതായത് മാനേജേഴ്സാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കൊടുക്കണം. അത് ഡോക്ടർമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഡോക്ടർമാർക്കും രോഗികൾക്കും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇൻഷുറൻസിൻ്റെ വഴിയിലേക്ക് പോവുകയാണല്ലോ. അങ്ങനെ ഉള്ള നിയന്ത്രണങ്ങൾ വന്നേക്കാമെന്നല്ലാതെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത് ഞാൻ കാണുന്നില്ല. കാരണം നമ്മുടെ ഹെൽത്ത് കെയറിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ മോശമാണ്. 20% കൂടുതൽ. ബാക്കിയെല്ലാം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ രോഗികൾ സ്വയം കൊടുക്കുന്ന പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൽ നിയന്ത്രണം ഇല്ല.